എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുമൊരു ക്രിക്കറ്റ് മത്സരം എന്നതിലുപരി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നരങ്ങേറിയത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികവും രോമാഞ്ചജനകവുമായ ഒരു പോരാട്ടമായിരുന്നു. ലോകകപ്പ് 2026-ൽ ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തായിട്ടും നെതർലാൻഡ്സ് നായകൻ സ്കോട്ട് എഡ്വേർഡ്സ് ഇന്ത്യൻ ടീമിനെയും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ആരാധകരെയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഏതൊരു കടുത്ത ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണുകൾ ഈറനണിയും. സൂര്യകുമാർ യാദവിനെയും ഇഷാൻ കിഷനെയും സ്കോട്ട് എഡ്വേർഡ്സിനെയും നിങ്ങളും ഹൃദയത്തിൽ സ്നേഹിക്കുന്ന മികച്ച കളിക്കാരായി കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലക്ഷക്കണക്കിന് കാണികൾ തിങ്ങി നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ആ സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ നായകൻ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഡച്ച് ബൌളർമാർ തുടക്കത്തിൽ തന്നെ തീപ്പൊരി പാറിയപ്പോൾ പുതിയ പന്തിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡർ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. വെറും 3 പന്തുകൾ നേരിട്ട അഭിഷേക് ശർമ്മ 0-നായി മടങ്ങിയതിനും തൊട്ടുപിന്നാലെ സ്ഫോടനാത്മക ബാറ്ററായ ഇഷാൻ കിഷൻ കൂടി നിരാശപ്പെടുത്തി കൂടാരം കയറിയതിനും ആ സ്റ്റേഡിയം മൂകസാക്ഷിയായി. ഈ അപ്രതീക്ഷിത തകർച്ച കാണുമ്പോൾ നമ്മൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ തീർച്ചയായും ഉയർന്നുവരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇത്രയും വലിയ വേദിയിൽ സമ്മർദ്ദങ്ങളെ അനായാസം അതിജീവിച്ച് ആങ്കർ റോളിൽ കളിക്കാൻ കെൽപ്പുള്ള നമ്മുടെ സ്വന്തം സഞ്ജു സാംസനെ അവർ വീണ്ടും തഴഞ്ഞതെന്തുകൊണ്ടാണ്? ഈ ചോദ്യം ബാക്കിയാകുമ്പോഴും അഹമ്മദാബാദിലെ മൈതാനത്ത് പിന്നീട് നമ്മൾ കണ്ടത് ശിവം ദുബെ എന്ന പവർ ഹൗസിന്റെ വന്യമായ സംഹാരതാണ്ഡവമായിരുന്നു. നെതർലാൻഡ്സിന്റെ എല്ലാ തന്ത്രങ്ങളെയും കണക്കുകൂട്ടലുകളെയും കാട്ടിൽ പറത്തിക്കൊണ്ട് ഡച്ച് ബൌളർമാരോട് പഴയ എന്തോ വലിയൊരു പക തീർക്കാൻ ഇറങ്ങിയതുപോലെയാണ് ദുബെ അക്ഷരാർത്ഥത്തിൽ ബാറ്റ് വീശിയത്. വെറും 31 പന്തുകൾക്കുള്ളിൽ 4 പടുകൂറ്റൻ സിക്സറുകളും 6 ബൗണ്ടറികളും ഉൾപ്പെടെ 66 റൺസ് അടിച്ചുകൂട്ടി ദുബെ നടത്തിയ ആ നിർദ്ദയമായ കടന്നാക്രമണം നെതർലാൻഡ്സിന്റെ കയ്യിൽ നിന്നും ആ മത്സരത്തെ എന്നേക്കുമായി തട്ടിയെടുത്തു. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ ഇതിഹാസ ഫിനിഷർ റിങ്കു സിംഗ് കൂടി തന്റെ മാന്ത്രികത പുറത്തെടുത്തപ്പോൾ സ്കോർ ബോർഡ് കുതിച്ചുയർന്നു. റിങ്കുവിന്റെ ബാറ്റിൽ നിന്നും പറന്നുയർന്ന ചരിത്രപരമായ ഒരു പടുകൂറ്റൻ സിക്സർ ബൗണ്ടറി ലൈനിന് പുറത്തു പ്രദർശനത്തിന് വെച്ചിരുന്ന സ്പോൺസറുടെ ആഡംബര കാറിന്റെ ചില്ല് തകർത്ത് തരിപ്പണമാക്കിയത് കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അങ്ങനെ ഇന്ത്യ 193 റൺസ് എന്ന ഹിമാലയൻ സ്കോറിലെത്തി. 194 റൺസ് എന്ന അസാധ്യമായ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ നെതർലാൻഡ്സ് അർഷ്ദീപ് സിംഗിന്റെ മാന്ത്രിക സ്വിംഗിനും ജസ്പ്രീത് ബുംറയുടെ ജീവനെടുക്കുന്ന കൃത്യതയാർന്ന യോർക്കറുകൾക്കും ഹാർദിക് പാണ്ഡ്യയുടെ തന്ത്രപരമായ പേസിനും മുന്നിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ അതിദയനീയമായി തകർന്നടിയുകയായിരുന്നു. പവർ പ്ലേയിൽ തന്നെ നട്ടെല്ലൊടിഞ്ഞ ഡച്ച് നിര വമ്പൻ പരാജയം ഏറ്റുവാങ്ങി. എന്നാൽ മത്സരത്തിനു ശേഷം നിറഞ്ഞ കണ്ണുകളോടെ ഇടറുന്ന ശബ്ദത്തിൽ പ്രസന്റേഷൻ മൈക്കിനു മുന്നിലെത്തിയ സ്കോട്ട് എഡ്വേർഡ്സ് പറഞ്ഞ ഓരോ വാക്കുകളും അവിടെ കൂടിയിരുന്ന 1 ലക്ഷത്തിലധികം വരുന്ന കാണികളുടെയും ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചു കയറുന്നതായിരുന്നു. തുടക്കത്തിലെ 6-7 ഓവറുകൾ മത്സരം പൂർണ്ണമായും ഞങ്ങളുടെ മുഷ്ടിയിലായിരുന്നുവെങ്കിലും ശിവം ദുബെ എന്ന ആ ഭയാനകമായ കൊടുങ്കാറ്റ് ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തട്ടിയകറ്റി എന്ന് അദ്ദേഹം വലിയ വേദനയോടെ സമ്മതിച്ചു. ലോകകപ്പിൽ നിന്നും പുറത്തായതിന്റെ അതിയായ നിരാശയിലും തന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അദ്ദേഹം ഇന്ത്യൻ താരങ്ങളുടെയും കാണികളുടെയും മഹത്വത്തെ വാനോളം പുകഴ്ത്തി. വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ് തങ്ങൾ മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സൂര്യകുമാറുമൊക്കെ അരികിൽ വന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. എന്റെ കാഴ്ചപ്പാടിൽ അതാണ് യഥാർത്ഥ സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ എഡ്വേർഡ്സ് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഈ മഹത്തായ ടീം തന്നെ ഇത്തവണ ലോകകപ്പ് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സംസാരം അവസാനിപ്പിച്ചത്. വെറുമൊരു തോൽവിക്കപ്പുറം അവരതൊരു വലിയ അനുഭവ പാഠമായി മാറ്റുകയാണ്. ഈ ചെറിയ ടീമുകൾ ഇത്തരം പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നാളെ ക്രിക്കറ്റ് ലോകത്തെ വലിയ ശക്തികളായി മാറുമെന്ന നഗ്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്കോട്ട് എഡ്വേർഡ്സിന്റെ ഈ വികാരനിർഭരമായ വാക്കുകളെക്കുറിച്ചും ഈ അവിസ്മരണീയമായ മത്സരത്തെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? രോഹിത്, കോഹ്ലി, സൂര്യ ഇവരിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ബാറ്റർ ആരാണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ലോക ക്രിക്കറ്റിലെ ഇതുപോലുള്ള മറഞ്ഞുകിടക്കുന്ന സത്യങ്ങളും ആഴമുള്ള വിശകലനങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയാൻ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.